ഹലോ എവ്രി വൺ, വെൽക്കം ടു ഫസ്റ്റ് ടേക്ക്. ഈ വീഡിയോ എന്താ സംഭവം എന്ന് വെച്ചാൽ, എൻ്റെ ഫ്രണ്ട് വന്നില്ലേ, പുലർച്ചെ 1 മണിയാണേ. വൈൻ ബോട്ടിൽ പൊട്ടിക്കാൻ നോക്കുകയാണ് ഞങ്ങൾ. ഓക്കെ, അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഹസ്ബൻഡ്സ് 2 പേരുണ്ട് അവിടെ. ഒരാൾ റൂമിൽ കിടക്കുന്നുണ്ട്, രണ്ടാളും ഉറക്കാൻ തോന്നുന്നു, ഓർമ്മയില്ല. അപ്പോൾ ഇത് കിച്ചണിന്ന് ഫസ്റ്റ് തുറക്കാൻ നോക്കുകയാണ്. മറ്റേ വൈൻ ഓപ്പണർ അല്ല, സ്വിസ് നൈഫാണ് ഇത്. അത് അദ്വൈൻ്റെ സ്വിസ് നൈഫ് ഞാൻ മെല്ലെ ചൂണ്ടിയതാണ്. അപ്പം അതിൽ ആ സ്പൈറൽ സാധനം വെച്ചിട്ട് എടുക്കാൻ നോക്കുകയാണ്. പക്ഷെ പറ്റുന്നില്ല ഗൈസ്, പറ്റുന്നില്ല. ഇതിൽ ഞങ്ങൾ പലതും വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. എനിക്ക് തോന്നി ഞാൻ ഫസ്റ്റ് ടൈമാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അത് വലിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നത്. ആ കോർക്ക് പുറത്തേക്ക് എന്ത് കളിച്ചിട്ടുള്ള പണ്ടാറിറങ്ങാൻ വരുന്നില്ല. അത് കുറേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് അറ്റംപ്റ്റാണ്. അപ്പോൾ ഓള് പറയും ഇത് ബോട്ടിൽ പൊട്ടിപ്പോണ്ടാന്ന്. കാരണം ഞാൻ എൻ്റെ കാലുകൊണ്ട് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ടേ. ഓള് പറയുമ്പോൾ എനിക്കൊരു സെക്കൻഡ് അതാ, അയ്യോ പറ്റുമോ പൊട്ടുമോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. നടക്കുന്നില്ല. കഴിയുന്നതും ട്രൈ ചെയ്യുന്നുണ്ട്. ശക്തി ഇല്ലായിട്ടാണോ ഇനി ഞങ്ങൾ ഉപയോഗിക്കുന്ന മെത്തേഡ് തെറ്റിപ്പോയിട്ടാണോ എന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ട്രൈ ചെയ്യാൻ പോവാണ്. നടക്കുന്നില്ല. ഇത് ഓപ്പൺ ആവുന്നില്ല. അത് ഓളിപ്പോൾ പറഞ്ഞാൽ പൊട്ടിപ്പോകുന്നത്. അപ്പോഴാണ് ഞാനത് ആലോചിക്കുന്നത്. 1 മണിക്ക് ഒരു പൂതിയാണ് വൈന് കുടിക്കാൻ. എന്താ ഇപ്പം ചെയ്യുക? ആ മിററിൽ എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നുണ്ടോ ഓൾ വീഡിയോ എടുക്കുന്നത്? പറ്റുന്നില്ല. ഞാൻ അവസാനം വെറുതെ കയ്യിലേക്ക് അത് കൊടുത്ത് ഇനി അവളോട് ട്രൈ ചെയ്യാം. അവളെ വിളിക്കുകയാണ്. എവിടെ ആര് വിളിച്ചിട്ട് എന്ത് നടക്കുന്നില്ല. പാവം കഷ്ടപ്പെട്ട് കുറേ രാവിലെ തൊട്ട് തിന്ന ഇതന്നെയായിരുന്നു പരിപാടി. ഇവിടെ വരുമ്പോൾ ഒരു 2 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവളെ കാണുന്നത്. ഇവള് ദുബായിൽ ലാസ്റ്റ് വന്നത് അറൗണ്ട് അവൾ പ്രഗ്നൻ്റ് ആയപ്പോൾ വന്നത്. ഐ തിങ്ക് അറൗണ്ട് 7 ഇയേഴ്സ് ബാക്ക്. അവൾ മാക്സിമം വലിക്കാൻ നോക്കുന്നുണ്ട്. ആശാന് ഒരു കട്ടയ്ക്ക് നീങ്ങുന്നില്ല. അവസാനം വിവേകാട്ടനെ വിളിക്കാമെന്ന്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ആക്ച്വലി വിവേകാട്ടൻ്റെ അടുത്ത് പോയി. അപ്പോൾ അന്നേരം ഞാൻ കാണുന്നത് മൂപ്പര് ബെഡിലിങ്ങനെ ഇരുന്ന് ഫോൺ എന്തോ താഴോട്ട് വെക്കുക എന്തോ ആണ്. അപ്പം ഞാൻ പറഞ്ഞു വിവേകാട്ട ഒന്ന് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നതാണ്. ഇപ്പം അതാ ഞാൻ പോയി വിളിക്കാൻ പറയാം അവളടുത്ത്. എവിടെ പോയി? ഞാൻ വിളിച്ചില്ല, വിവേകാട്ടനെ വിളിച്ചിട്ട് കാണുന്നില്ല. അപ്പോൾ ഓൾ പോയിക്കുന്നു ഇപ്പോൾ റൂമിലേക്ക്. ഞാൻ വാന്ന് പറഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് വന്നത്. പക്ഷേ വിവേകാട്ടനെ കാണുന്നില്ല. ഇപ്പം അതാ ഓള വരും. എന്നിട്ട് ഓൾ എന്നോട് ചോദിക്കുന്നത് നീ വിവേകാട്ടനോട് ഉറങ്ങാനാണോ പറഞ്ഞതെന്ന്. കാരണം മൂപ്പര് കിടന്ന് ഉറങ്ങുക പോലെ. ഇനിയിപ്പോൾ ഞാൻ പോയി ചെക്ക് ചെയ്യട്ടെ എന്താ സംഭവം എന്ന്. ഞാൻ വിചാരിച്ചേ ഇനിയിപ്പോൾ ഞാൻ ഹാലൂസിനേറ്റ് ചെയ്താണോ, വിവേകാട്ടൻ ഇരിക്കുന്ന മാതിരി തോന്നിയതാണോ? ഇല്ല, പക്ഷേ മൂപ്പര് എനിക്ക് തോന്നുന്നു ഉറക്കത്തിൽ ഫോൺ വയ്ക്കാൻ എണീക്കോ എന്തോ ചെയ്തതാണ്. ഓളും വരുന്നുണ്ട് എൻ്റെ വയ്യാലെ. ഓള് വിചാരിച്ച് ഞാനെന്തോ പൊട്ടത്തരം ചെയ്താന്ന്. മൂപ്പര് നല്ലോണം കിടന്ന് ഉറങ്ങാണ്. ആക്ച്വലി ഈ വൈൻ ബോട്ടിൽ തുറക്കാൻ ഒരു എന്താ പറയുക, എനിക്ക് തോന്നുന്നു കുറച്ച് നല്ല ശക്തിയുള്ള ആൾ വേണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് തെറ്റാണ്. ഹാളിലേക്ക് വന്നിട്ടാ ഇനിയിപ്പോൾ എന്താ അടുത്തത്? കത്തി വെച്ചിട്ട് നോക്കുകയാണ്. ഈ സ്വിസ് നൈഫിൽ പല ഇതുണ്ടല്ലോ, പല അറ്റാച്ച്മെൻറ്റ്സും ഉണ്ടല്ലോ. അതിൽ ആ നൈഫ് വെച്ചിട്ട് അത് ഞാൻ യൂട്യൂബ് നോക്കിയിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഈ നൈഫ് കുത്തി ഇറക്കിയിട്ട് ഫോർക്ക് എടുക്കുക. ഒരു ഫോർക്ക് എടുത്തിട്ട് ആ നൈഫിൻ്റെ ആ ഗ്യാപ്പിൽ വെച്ചിട്ട് ഫോർക്ക് തിരിക്കാൻ. അപ്പം നല്ല ഈസി ആയിട്ട് യൂട്യൂബ് വീഡിയോയിൽ ഷോർട്ടിൽ ഈസി ആയിട്ട് വരുന്നുണ്ട്. ഞാൻ ചെയ്തിട്ട് വരുന്നില്ല. ഓളാണെന്ന് ചിരിച്ച് കുഴഞ്ഞ് മയങ്ങി വീഴുന്നുണ്ട്. ഞങ്ങൾ ഒന്നാമത് എന്താ അറിയോ, ഞങ്ങൾക്ക് ഉറക്കം 20 ഡേയ്സ് ശരിക്കും ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴേക്കില്ലേ ശരിക്കും എന്താ ഫിറ്റായ മാതിരി ഒരു ബോധമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുക ചെയ്യുക. അവൾ വേറെ ഐഡിയാസൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇതെങ്ങനെയെങ്കിലും കുറച്ച് മേലോട്ട് കൊണ്ടുവരണം. ഈ കോർക്ക്, ഈ ബ്രൗൺ സാധനം കുറച്ച് മേലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് ഫുൾ വലിക്കാം. അപ്പോൾ അവളത് കുത്തി ഇറക്കാൻ പോവാണ് ഇപ്പം. പക്ഷെ കുത്തി ഇറക്കാൻ വേണ്ടിയിട്ട് കത്തി അങ്ങോട്ട് പോകുന്നില്ല കോർക്കിലേക്ക്. മാഡം ട്രൈ ചെയ്യുന്നുണ്ട് കുറച്ച് ഇറക്കിയിട്ട് അത് ഉള്ളോട്ടേക്ക് ആക്കണേ. അതും പറ്റുന്നില്ല ഞങ്ങൾക്ക്. അവൾ ചോദിക്കുക ഹാമർ ഉണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു മോളെ ഇത് നാടല്ല, എൻ്റെ അടുത്ത് ഇവിടെ ഹാമറൊന്നുമില്ല. അത് കുറച്ച് പോയിൻറ്റഡൊക്കെ അതിനെക്കൂടി ഞാൻ ബ്ലാങ്കറ്റ് വെച്ചിട്ട് അമർത്താൻ നോക്കുക. 1 ഇഞ്ചും കൂടെ അത് ഉള്ളിലേക്ക് പോയിട്ടില്ല. ഞാനപ്പം
എൻ്റെ അമ്മേൻ്റെ അമ്മിക്കല്ലെടുത്ത് കൊണ്ടുവരാൻ വിചാരിച്ച് അടിച്ചടിച്ച് ഉള്ളോട്ടാക്കാൻ. ഇനി അമ്മിക്കല്ല് നിങ്ങൾ വലിയ അമ്മിക്കല്ലാന്ന് വിചാരിക്കേണ്ട, മറ്റേ കുഞ്ഞി അമ്മിക്കല്ലാണ്. ഒരു കുഞ്ഞ് റൗണ്ട് അമ്മി, അതിൽ കുത്തുന്ന സാധനമുണ്ട്. അപ്പം ഞാൻ ആ അമ്മി തന്നെയാണ് എടുത്തത്. ഐ മീൻ ദറ്റ് ബോൾ. അമ്മേൻ്റെ ഇരുന്ന് അമ്മ നാട്ടിലേക്ക് ക്യാൻസൽ ചെയ്ത്. അത് അവൾ സമയം കാണിക്കുന്ന 1:45. ഞങ്ങൾ 3/4 മണിക്കൂറായി, 41 minutes ആയിട്ട് ട്രൈ ചെയ്യാൻ ഇത് പൊട്ടിക്കാൻ. ഞാൻ അമ്മിക്കല്ല് കൊണ്ടുവന്നേ, ഇതാണ് എൻ്റെ അമ്മിക്കല്ല്. അത് വെച്ചിട്ട് അടിച്ച് ആ നൈഫ് കോക്കിൻ്റെ ഉള്ളിലേക്ക് ആക്കണം. അടിച്ചടിച്ചടിച്ചടിച്ചിട്ട് ആക്കണം. ഇങ്ങനെയും ഉപയോഗമുണ്ട് ഈ അമ്മിക്കല്ലുണ്ട്. ഞാൻ മറ്റേ ആ കുത്തുന്ന സാധനം മാത്രം അധികം ഉപയോഗിക്കുക. അമ്മിക്കല്ല് വന്നപ്പോൾ ഈസി ആയിട്ടോ, അത് ഉള്ളോട്ടേക്ക് പോയി. കണ്ടോ, ഓൾക്ക് ചെറിയൊരു പേടിയുണ്ട് ഞാൻ അതിനെക്കൊണ്ട്. ഓൾ പറയുന്നുണ്ട് സൂക്ഷിക്കുന്നു. ഇപ്പം എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ഫുൾ കോർക്ക് ഉള്ളോട്ട് പോയി. എങ്ങനെയുണ്ട്? ഫുള്ളെന്ന് പറഞ്ഞാൽ പോയി, മീൻസ് അതിൻ്റെ 3/4 ഉള്ളിലേക്ക് പോയി. ആക്ച്വലി നൈഫ് മാത്രം ഉള്ളോട്ട് പോക്കാനല്ല പ്ലാൻ ചെയ്തത്. അതൊന്നും നോക്കണ്ടേ, കുറച്ച് എനിക്കൊന്ന് കവർ ചെയ്യേണ്ടി വന്നു അവിടെ. കാരണം ഞാൻ നൈറ്റ് ഡ്രസ്സിലാണേ, ആ മോഡ് അതിനെക്കൊണ്ട്. ഓളതാ പറഞ്ഞില്ലേ, ഫിറ്റായ മാതിരിയാണ്. ചിരിക്കാനൊന്നും വയ്യ ഞങ്ങൾക്ക്. അപ്പോൾ എന്താ സംഭവിച്ചെന്താ അറിയാമോ? നിങ്ങൾക്ക് കാണുന്നില്ലല്ലോ അവിടെ, ആ കോർക്ക് ഉള്ളോട്ട് പോയി. കാരണം അവൾ എന്നോട് നിർത്താൻ പറഞ്ഞില്ല. ഞാൻ അയച്ചാൽ ഇടിയോ കോർക്ക് ഉള്ളോട്ട് പോയി. ഇനിയിപ്പം അത് തോണ്ടിയെടുക്കാമെന്ന് പറഞ്ഞു ഞാൻ. ആസിൻ അത് പൊട്ടിച്ചെടുക്കുക, പീസാക്കി ഒരു 2 പീസ് പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് ഉണ്ടാവുമല്ലോ. അപ്പം അതാണിപ്പോൾ ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ ഇത് ഞങ്ങൾ വേറൊരു കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക്, അതാണ് അവൾ അങ്ങനെ ചിരിക്കുന്നത്. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ കേട്ടാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ വൈനിനെ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് പറഞ്ഞത്, വൈനിൻ്റെ പാർട്സ് ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നപ്പോൾ അതെല്ലാം കൂടി ഞങ്ങൾക്ക് ചിരി വന്നു. ഞാൻ വിചാരിച്ചു ഓളെ കൈ തട്ടിന്ന് ആ സൈഡിൽ കൂടെ എന്ത് പിങ്ക് കളർ വരുന്നു ഓളെ കൈൻ്റെ അവിടുന്ന്. ഞാൻ വിചാരിച്ച് കഴിഞ്ഞ് അത് ബ്ലഡാന്ന് വിചാരിച്ച്. പക്ഷേ ബ്ലഡല്ല കേട്ടോ, വൈൻ അങ്ങോട്ട് തെറിച്ചതാണ്. ഓളാച്ചാൽ കറക്റ്റ് ടൈമിന് ആവുമെന്നും പറഞ്ഞു. എന്തിനാ ആവുമെന്ന് പറഞ്ഞാൽ ആർക്കറിയാം. നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ഇതിൽ അമ്മിക്കല്ല് ഓളെ കൈക്ക് ഇടിച്ചിട്ടില്ലല്ലോ. ആവുന്നുണ്ടോ ഒച്ചയും വിളി ഉണ്ടാക്കുന്നു വെറുതെ. അയ്യോ, ഇത് കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ പറ്റും. മറ്റേ പച്ചയ്ക്ക് ഞങ്ങൾ എന്താ പറയുന്നത്. ഇത് ആക്ച്വലി ഇങ്ങനെ യൂട്യൂബിൽ ഇടാൻ വേണ്ടി എടുത്തതല്ല കേട്ടോ, ഞങ്ങളെ ഓർമ്മയ്ക്ക് വേണ്ടി എടുത്താണ്. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ഗാലറി ഒന്നാമത് ഫുള്ളാവുന്നുണ്ട്, എനിക്ക് ഈ സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചത് കമ്പൈൻ ചെയ്തിച്ച് എന്താ പറയുക, യൂട്യൂബിലിടാൻ വിചാരിച്ചു. അപ്പോൾ അതാ വൈന്. ഹലോ എവ്രി വൺ. ആക്ച്വലി ആ വീഡിയോ കുറച്ച് ഷോർട്ടായി ഞാൻ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം കുറേ ഇങ്ങനെ ലാഗായിട്ട് പോകുന്നുണ്ട്. ബോറടിക്കുന്ന വെച്ചിട്ട് ഞാൻ ബോറടിക്കുന്ന വെച്ചിട്ട് നോക്കിയാണ്. സോ ലാസ്റ്റ് എന്താ സംഭവിച്ചാൽ ആ കോക്ക ഒന്നായിട്ട് ഉള്ളിലേക്ക് ബോട്ടിലിനുള്ളിലേക്ക് പോയി. പിന്നെ നമുക്ക് അങ്ങോട്ട് ഒഴിച്ച് തീർക്കുന്നതാണ് നല്ലത് ബോട്ടിൽ, കാരണം മൂടില്ല. അങ്ങനെ ഞങ്ങൾ ആ ബോട്ടിലിന് വൈനൊക്കെ ഒഴിച്ച് കുടിച്ചു. പക്ഷെ അധികം അങ്ങോട്ട് കുടിക്കാൻ പറ്റില്ല. ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ, ഹാഫ് സ്ലീപ്പാണ്, ചത്തിറക്കാണ്, അത്രയ്ക്കും ടയേർഡായിരുന്നു. എന്നാലും നമുക്ക് ലാസ്റ്റ് കുറച്ചിങ്ങനെ ആരും ഇല്ലാണ്ട് നമ്മൾ രണ്ടുപേരും മാത്രമായി ഇരിക്കുമ്പോൾ ഞങ്ങൾ കുറച്ചേരം ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നതാണ്. അപ്പോൾ കുറച്ച് വൈൻ കുടിച്ച്, വൈനും കൂടെ കുടിക്കാമെന്നാൽ പിന്നെ അവിടെ തന്നെ കിടന്നു പോകും. അപ്പോൾ അതാണ് സംഭവം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് വോയിസ് ഓവറാണ്. എന്താ ഫീഡ്ബാക്ക് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കിട്ടണേ, എല്ലാവരും ഒന്ന് പറയണേ വോയിസ് ഓവർ വേണോ, ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. മറ്റിലെന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വർത്തമാനം പറയുന്നുള്ളൂ, പിന്നെ ഇടയ്ക്ക് കുറേയേറെ സൈലൻസ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ചെയ്യാൻ വിചാരിച്ചിരുന്നു. ഓക്കെ, താങ്ക് യു ഗൈസ്.